ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, കോവിഡ് മഹാമാരിയെ തുടർന്ന് വിദ്യാലയം അടച്ചിടുമ്പോഴും പാഠ്യേതര പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ പൂക്കോട്ടുംപാടം AUP സ്കൂൾ. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം ഓൺലൈൻ കലാമേളക്ക് വിദ്യാലയം സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണിതമെങ്കിലും അനുപമം അഴകിലവയെ ഒരുക്കിടും പരമജ്ഞാനമി ദൈവമേ കൈവണങ്ങി നമിപ്പു ഞാൻ. പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ഉഷസുണർന്നു വിളിക്കയായി പുണരു മനസ്സേ സാദരം കനലെരിഞ്ഞൊരു രാവുടുങ്ങി കനിവു പോലിത പുതുദിനം ഇന്നലെയാകുലം പുലരി മഞ്ഞല പോൽ ഉരുകി മറയും ഉദയശോഭ ഉടയവൻ ചൊരിയും ശുഭം പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണിതമെങ്കിലും അനുപമം അഴകിലവയെ ഒരുക്കിടും പരമജ്ഞാനമി ദൈവമേ കൈവണങ്ങി നമിപ്പു ഞാൻ. കൈവണങ്ങി നമിപ്പു ഞാൻ. കൈവണങ്ങി നമിപ്പു ഞാൻ. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കുവാനായി എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ യൂസഫ് സിദ്ദീഖ് സാറിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയങ്കരായ കുട്ടികളെ, ഈ വർഷം 2020-21 വളരെ സന്തോഷത്തോടെ എല്ലാ കുട്ടികളും ജൂൺ 1 സ്കൂളിൽ വന്ന് ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ സ്കൂൾ കലാമേളകൾ കഴിഞ്ഞ വർഷം നമുക്കറിയാലോ, സബ് ജില്ലാ കലാമേള വരെ നമ്മുടെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ സബ് ജില്ലാ കലാമേള നടക്കേണ്ട സമയമാണിപ്പോൾ. അപ്പം നമ്മുടെ നിർഭാഗ്യം കൊണ്ട്, ഈ മഹാമാരി കൊണ്ട് നമുക്ക് കൃത്യമായി മേളകൾ, മറ്റ് പരിപാടികൾ പോയിട്ട് സ്കൂൾ തുറക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. മിക്കവാറും അടുത്ത മാസത്തോടെ സ്കൂളുകൾ തുറക്കാൻ കഴിയും എന്ന് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ ക്ലാസ്സുകളാണ് തുറക്കുക എന്ന് കൃത്യമായി നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കോവിഡ് മഹാമാരി ഓരോ ദിനവും അതിന്റെ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സ്കൂൾ കലാമേളകൾ നടക്കേണ്ടത് ആ ഒരു രീതിയിൽ സ്റ്റേജിലൊന്നും നമ്മൾ വിപുലമായി നടത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ സ്കൂൾ തലത്തിലുള്ള ഒരു മേളയല്ല, കുട്ടികളുടെ ഒരു പെർഫോമൻസിന്റെ അവതരിപ്പിക്കാനുള്ള, ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് കുട്ടികളൊന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അത് എന്താന്ന് അറിയില്ല. പരമാവധി എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. ഏതായാലും ഈ സബ് ജില്ലാ തലത്തിൽ കലാ ഉത്സവം എന്ന പേരിൽ ഒരു പരിപാടി തൊട്ടടുത്ത ആഴ്ചകളിലൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ കുട്ടികളെയും വളരെ സന്തോഷത്തോടെ നമ്മുടെ ഈ പരിപാടിക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങൾ കുട്ടിയുടെ കൂടെ എന്നും വേണം. കുട്ടിയുടെ കൂടെ നമ്മുടെ ഓൺലൈൻ പഠനത്തിനും മറ്റുമൊക്കെ നമ്മുടെ കൂടെ എന്ത് പ്രശ്നം ഉണ്ടായാലും, പ്രത്യേകിച്ചും നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മയും അച്ഛനും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഇന്നും ഈ പരിപാടി ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയാണ്. ഈ പരിപാടി കഴിയുന്നത് വരെ നിങ്ങളെ കുട്ടികളുടെ കൂടെ ഈ പരിപാടി കാണാനുണ്ടാവണം എന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മാസത്തോടെ സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഒന്നിച്ച് എല്ലാവർക്കും PTA ജനറൽ ബോഡിയൊക്കെ വിളിച്ച് എല്ലാവർക്കും
ഒന്നിച്ച് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ ഡിവിഷൻ വൈസിൽ 1A, 1B, 1C ആ ക്രമത്തിൽ 7E വരെയുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. ചില ക്ലാസ്സിലൊക്കെ ചില ഡിവിഷനിലൊക്കെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് നമ്മൾ ആ ഡിവിഷനുകൾ ക്ലബ്ബ് ചെയ്ത് പരിപാടികൾ നടത്തുകയാണ്. അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് അധ്യാപകരും മറ്റു വിഷയമെടുക്കുന്ന അധ്യാപകരൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നു പോകും. ക്ലാസ് അധ്യാപകരാണ് ഇവിടെ അധ്യക്ഷം വഹിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുക, പരിപാടി വീക്ഷിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു. കലയുടെ തൃശൂർ പൂരമായ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഉള്ളിൽ പ്രതിഭയുടെ ആനപ്പട്ടം ചുറ്റിയ നിരവധി കലാകാരന്മാരുടെ നിരയിൽ ഏറ്റവും മുൻപന്തിയിൽ സിനിമയുടെയും നാടകത്തിന്റെയും ചിറകിലേറാൻ ബാല്യം മുതൽക്കേ തന്റെയുള്ളിൽ സ്വപ്നങ്ങളുടെ പുൽപ്പായകൾ നെയ്തെടുത്ത വ്യക്തിത്വം, എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സുരേഷ് സാറിനെ വർണ്ണാഭമായ ഈ ഓൺലൈൻ കലോത്സവ മാമാങ്കം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, നമ്മൾ എത്രത്തോളം തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും ഇപ്പോൾ സ്കൂൾ ഉണ്ടാവുക. പലവിധ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും, രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുമൊക്കെ തിരക്ക് പിടിച്ച് വിവിധ പരിപാടികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും. മേളകൾ, കലാമേളയാണെങ്കിലും കായികമേളയാണെങ്കിലും ഗണിതമേളയാണെങ്കിലും ശാസ്ത്രമേളയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു മേളകൾ ഏതാണെങ്കിലും നമുക്ക് ഇരിക്കാൻ സമയമില്ല, അത്രയും തിരക്കിലായിരിക്കും. ഈ വർഷം നമുക്കതിനൊന്നുമുള്ള ഒരു സമയമല്ല. നമ്മൾ അത്തരത്തിലുള്ള വളരെയേറെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറുതാണെങ്കിലും നമ്മൾ ഒരു ഓൺലൈൻ കലാമേള സ്കൂളിൽ സംഘടിപ്പിക്കുകയാണ്. അത് ഒരു പുതിയ അനുഭവം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വളരെ കുറച്ച് ഇനങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു പുതിയ അനുഭവം എന്നുള്ള നിലയ്ക്ക് ഒരു പിരിമുറുക്കത്തോടു കൂടി നമ്മളൊക്കെ ഈ നടക്കുന്ന സമയത്ത് ഒരാശ്വാസം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം എന്നുള്ള നിലയ്ക്ക് ഒക്കെ ഇതിനെ കാണുകയും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ പരമാവധി ഈ ഒരു പരിപാടിയിലൂടെ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, അവർ ചൈതന്യമാണ്. അതുപോലെ തന്നെ ഭാവിയുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് കേവലം നമ്മുടെ പുസ്തകത്തിന്റെ ആ അകത്തളങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. അറിവുണ്ട്, വിവേകമുണ്ട്. അറിവ് എന്ന് പറയുന്നത് വിരുന്നുകാരനും, വിവേകം എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പിറപ്പുമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ വിവേകത്തെ കൂടുതൽ കൂട്ടിപ്പിടിക്കാൻ, അത് കൂടുതൽ പരിപോഷിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സർഗാത്മകമായ പ്രകടനങ്ങൾ കാരണമാകും എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ അതിനൊരു വേദിയായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ ഇതിന്റെ എല്ലാ പരിമിതമായ ആ ഒരു സമയത്തിനും അതുപോലെ തന്നെ പരിമിതമായിട്ടുള്ള മറ്റ് ഇതിന്റെ സംഘാടനത്തിന്റെ ആണെങ്കിലും ഒരുപാട് പരിമിതികൾ നിങ്ങൾക്കറിയാലോ. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇതിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു അവസരം എനിക്ക് തന്നതിൽ
ഞാനേറെ സന്തോഷവാനാണ്. എനിക്കേറെ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് ഞാൻ നിങ്ങളോടെല്ലാവരോടും നന്ദി പറയുക കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ആദ്യമായി മലയാളം കവിത അവതരിപ്പിക്കുന്നത് അമയ് കൃഷ്ണ. നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂ എന്ന കവിതയാണ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർ തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിൻ അരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. അടുത്തതായി ആദിഷ് മലയാളം കവിത. നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്നത് ബീരാൻകുട്ടിയുടെ നക്ഷത്രവും പൂവും എന്ന കവിതയാണ്. നക്ഷത്രം ഒന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു, ഉണ്ടോരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാ. താണുപോയല്ലോ ശിരസ് ചെടിക്കീറനായല്ലോ മിഴികൾ. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാരിൽ. അന്നേരമുണ്ടായ ശിരസിലൊരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമറായി വ്യോമം മണ്ണിൽ ഇത്രയ്ക്കുമുണ്ടാവുമോ ചന്തം. നക്ഷത്രമെത്ര നിസ്സാരം ഇതാ ഭൂമിയിലെ പൊൻതാരം. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിൻ. താങ്ക് യു. അടുത്തതായി മരം വെട്ടുകാരൻ്റെ കഥയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു അംജദ്. നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സത്യസന്ധനായ ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാൾ എന്നും രാവിലെ മരം വെട്ടാൻ പോകുമായിരുന്നു. ഒരു ദിവസം അയാൾ മരം വെട്ടാൻ പോയപ്പോൾ ഒരു വലിയ മരം കണ്ടു. മരത്തിന് മുകളിൽ കയറി മരം വെട്ടുകാരൻ വെട്ടാൻ തുടങ്ങി. അത് ഒരു നദിയുടെ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. മരം വെട്ടുകാരൻ വെട്ടാൻ തുടങ്ങിയപ്പോൾ അയാളുടെ കയ്യിലിരുന്ന കോടാലി വെള്ളത്തിലേക്ക് വീണു. എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മരം വെട്ടുകാരൻ വെള്ളത്തിലേക്ക് നോക്കി. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നൊരു ദേവത പറന്നു വന്നു ചോദിച്ചു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? മരം വെട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കോടാലി വെള്ളത്തിലേക്ക് വീണുപോയി, അതുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത്.
ശരി, നീ വിഷമിക്കേണ്ട, നിന്റെ കോടാലി ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് ദേവത പറഞ്ഞ് വെള്ളത്തിലേക്ക് പോയി. പിന്നെ ദേവത പുറത്തേക്ക് വന്നപ്പോൾ ഒരു വെള്ളിക്കോടാലിയും കൊണ്ടായിരുന്നു വന്നത്. ദേവത ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? മരം വെട്ടുകാരൻ പറഞ്ഞു. മരം വെട്ടുകാരൻ ആലോചിച്ചു, ഈ വെള്ളിക്കോടാലി വിറ്റാൽ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും തീരും എന്ന് ആലോചിച്ചു. പക്ഷെ അത് മരം വെട്ടുകാരൻ്റെ കോടാലിയല്ലായിരുന്നു. മരം വെട്ടുകാരൻ പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി, എൻ്റെ കോടാലിക്ക് മരത്തിൻ്റെ കൈപ്പിടിയ. ദേവത പറഞ്ഞു, ശരി, ഞാനത് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് ദേവത പിന്നെയും വെള്ളത്തിലേക്ക് പോയി. അടുത്ത പ്രാവശ്യം ദേവത വന്നപ്പോൾ സ്വർണ്ണക്കോടാലിയും കൊണ്ടായിരുന്നു വന്നത്. ദേവത ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? മരം വെട്ടുകാരൻ പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി, ഇത് എൻ്റെ കോടാലിൻ്റെ കാട്ടിലും വില കൂടുതലാ എന്ന് മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത പറഞ്ഞു, ശരി, നിനക്ക് വേണ്ടി വീണ്ടും ഞാൻ വെള്ളത്തിലേക്ക് പോയി നോക്കാം എന്ന് ദേവത പറഞ്ഞ് വെള്ളത്തിലേക്ക് പോയി. അടുത്ത പ്രാവശ്യം ദേവത വന്നപ്പോൾ മരം വെട്ടുകാരൻ്റെ കോടാലിയും കൊണ്ടായിരുന്നു വന്നത്. ഇതാണ് എൻ്റെ കോടാലി, ഇതിൽ എനിക്കൊരു സംശയവും ഇല്ല എന്ന് മരം വെട്ടുകാരൻ പറഞ്ഞു. ദേവത പറഞ്ഞു, ഇത് നിന്റെ കോടാലിയാണെങ്കിലും ഈ 2 കോടാലിയും നിനക്ക് കൊണ്ടുപോവാം എന്ന് ദേവത പറഞ്ഞു. കാരണം നീ ഒരു സത്യസന്ധനാണ്. വളരെ നന്ദിയുണ്ട്, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് മരം വെട്ടുകാരൻ പറഞ്ഞ് ആ 3 കോടാലിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ മരം വെട്ടുകാരനും കുടുംബവും സന്തോഷമായി ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നല്ലവരായാൽ നമ്മുടെ ജീവിതം നന്നാവും. നന്ദി. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയുമായി നിങ്ങൾക്ക് മുന്നിൽ ഷാനിൽ. നമസ്കാരം. സുഗതകുമാരിയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴോതു നടന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴോതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്ക്, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്ക് ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്ക് ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയുന്നു മുലപ്പാലിലോർമ്മയുമായി, പകരം തരാൻ കൂപ്പ് കൈമാത്രമായി. ചൊരിയുന്നു മുലപ്പാലിലോർമ്മയുമായി, പകരം തരാൻ കൂപ്പ് കൈമാത്രമായി. ഇത് ദേവി ഭൂമി തനിച്ച് അല്പം മാറ്റാം നിറക്കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമി തനിച്ച് ചൂടൽപ്പം മാറ്റാം നിറക്കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾ. അടുത്തതായി നേഹ.
തുടങ്ങി. അവൻ ആ മരക്കൊമ്പിൽ നിന്ന് മറ്റേ ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിൽ അവനൊരു വീടിന്റെ മുകളിൽ നിന്നു. അവൻ ചുറ്റുപാടും നോക്കിയപ്പോൾ അവൻ ഒരു കുടം കണ്ടു. ആ കുടത്തിൽ നിറച്ച് വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവൻ പകുതിയേ ഉണ്ടായുള്ളൂ. അപ്പം അവൻ കുറച്ച് കല്ലിട്ട് നോക്കിയപ്പോൾ പൊന്തിയില്ല. വീണ്ടും അങ്ങനെ കുറേ കല്ലിട്ട് അങ്ങനെ ആ വെള്ളം പോയി. നെക്സ്റ്റ്, ദിൽന ഓൺ ദി സ്റ്റേജ്. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് കാക്കയുടെ പൊങ്ങച്ചം. ഒരിക്കൽ ഒരു കാക്ക എനിക്ക് സൗന്ദര്യമില്ല എന്ന് വിഷമിച്ച് നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം നല്ല ഭംഗിയുള്ള പീലി വിടർത്തിയാടുന്ന മയിലുകളെ കണ്ടു. കാക്കക്ക് ഉള്ളിൽ ഒരു മോഹം തോന്നി. എനിക്കും ഇങ്ങനെ ഭംഗി കിട്ടിയെങ്കിൽ എന്റെ സ്വരമാണെങ്കിലോ കേൾക്കാനും കൊള്ളില്ല, എന്റെ നിറമാണെങ്കിലോ കാണാനും കൊള്ളില്ല. കാക്കയ്ക്ക് മയിലുകളെ പോലെ അവൻ കൊതി തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മയിലുകളെല്ലാവരും പോയി. അവിടെ കുറേ മൈപ്പീലി വീണ് കിടപ്പുണ്ടായിരുന്നു. കാക്ക അതെല്ലാം കൊത്തിയെടുത്ത് തന്റെ വായിന്റെ പിറകിൽ പിടിപ്പിച്ചു വെച്ചു. കണ്ടാൽ തോന്നും ഇത് കാക്കയുടെ പീൽ തന്നെയാണെന്ന് തോന്നും. എന്നിട്ട് സ്വയം ഒന്ന് നോക്കി, കൊള്ളാം, എന്റെ ഈ ഭംഗി ആരെങ്കിലും ഒരാളൊന്ന് കാണിക്കണ്ടേ? കാക്ക മറ്റു പക്ഷികളടുത്തേക്ക് ചെന്നു. മറ്റേ പക്ഷി എന്ന് പറഞ്ഞാൽ മറ്റു കാക്കകളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാൾ എത്ര സുന്ദരിയാണ് ഞാൻ. എന്റെ മനോഹരായ ചെറുകൾ കണ്ടില്ലേ? മറ്റു കാക്കകൾ അത്ഭുതത്തോടെ നോക്കി. ഇത് കാക്ക തന്നെയാണോ? ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടേ ഇല്ലല്ലോ. കാക്കയാണെങ്കിലോ പൊങ്ങച്ചം പറയാൻ തുടങ്ങി. കാക്ക സുന്ദരിയാണെന്ന് കരുതി എന്തൊക്കെയോ വിളിച്ചു കൂവി. പെട്ടെന്ന് ശക്തിയായ കാറ്റ് വീശി. കാക്കയുടെ പുതിയ ചെറുകള പറന്നു പോയി. കാക്ക നോക്കിയപ്പോൾ മറ്റേ കാക്കേനെ പരിഹസിച്ച് ചിരിക്കുന്നു. കാക്ക നാണം കെട്ട് ദൂരേക്ക് പറന്നു പോയി. ആദ്യം തന്നെ പൊങ്ങച്ചം പറയണമായിരുന്നോ? വേണ്ട. ആദ്യം തന്നെ മറ്റുള്ളവരാകാൻ ശ്രമിക്കണോ? വേണ്ട. നമ്മളാകാൻ ശ്രമിക്കുക. നന്ദി. അടുത്തതായി ഹന. കവിത കാട്ടുപൂവ്. രചന വിനോദ് പൂവക്കോട്. ആലപരാൻ ഹന ഫാത്തിമ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്ന്
ഞാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. അടുത്തതായി അക്ഷയ്. മാഷിന്റെ മഴ എന്ന ചെറിയ കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മഴ 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 വന്നു മാനത്തുന്നൊരു മഴ വന്നു മഴ 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 പെയ്യ മഴ 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 വന്നു മാനത്തുന്നൊരു മഴ വന്നു മലയുടെ മുകളിൽ തങ്ങാതെ മാലിക മുകളിൽ തങ്ങാതെ മലയുടെ മുകളിൽ തങ്ങാതെ മാലിക മുകളിൽ തങ്ങാതെ മല മയ 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 വന്നു മാനത്തുന്നൊരു മയ വന്നു മയ 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 വന്നു മീകൾക്കുത്സവമായി വന്നു മയ 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 വന്നു മാനത്തുന്നൊരു മയ വന്നു മലയുടെ മുകളിൽ തങ്ങാതെ മാലിക മുകളിൽ തങ്ങാതെ മലയുടെ മുകളിൽ തങ്ങാതെ മാലിക മുകളിൽ തങ്ങാതെ മയ 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 വന്നു മാനത്തുന്നൊരു മയ വന്നു മയ 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 വന്നു മീകൾക്കുത്സവമായി വന്നു. മലയാളം കവിതയുമായി ഹിബ ജാസ്മിൻ. കണ്ണന്റെ അമ്മ കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല നിങ്ങൾ കണ്ടില്ല കരിവാണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല നിങ്ങൾ കണ്ടില്ല മലശണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനൊന്നു പേടമാൻ കണ്ണും നെട്ടി തിരയുന്നു. കണ്ണനി കാട്ടിലെ വെന്നില്ല കൊച്ചു കാളന്തിയോളങ്ങൾ തുള്ളുന്നു. കായലോ കായച്ചു വളർന്നപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിന്നിൽ ചൈറ്റ് നിന്നപ്പോൾ ഓരോ കുയൽ വിളിപ്പൊങ്ങുന്നു. കമ്പുകാരെ വിട്ട് വീഴുന്ന മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിന്റെ പൊന്നോ കുയൽ വിളി കേൾക്കുന്നു. താങ്ക് യു. അടുത്തതായി മനോഹരമായ ഒരു നാടോടി നൃത്തവുമായി ഫാത്തിമ അൻഷ.
മനോഹരമായ ഒരു കഥയുമായി അലീഫ്. നമസ്കാരം, ഞാൻ അപ്പു. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? അച്ഛൻ, അമ്മ, കുഞ്ഞാവ, പിന്നെ ഞാനും. ഞാൻ 3ാം ക്ലാസ്സിലാ പഠിക്കുന്നേ. അമ്മയ്ക്ക് എപ്പോഴും പഠിക്ക് എന്ന് മാത്രം പറയാനുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും എത്തി. കണക്കിന്റെ ട്യൂഷൻ മാഷ് അത് കഴിയുമ്പോഴേക്കും എത്തി. ഇംഗ്ലീഷ് ട്യൂഷൻ വൈകുന്നേരം സ്കൂളിൽ വിട്ടു വന്നാലോ അപ്പൊ എത്തും. ഡാൻസ് മാഷ് അത് കഴിയുമ്പോഴേക്കും എത്തി. പാട്ടുമാഷ്, അപ്പുറത്തെ വീട്ടിലുള്ള ബഷീറിന് എന്ത് സുഖാ. അവൻ കൂട്ടുകാരോടൊത്ത് കളിക്കുന്നത് കാണാൻ കൊതിയാകുന്നു. ഒരു ദിവസം മതിലിനടുത്തു പോയി ബഷീറിനോട് സംസാരിച്ചപ്പോ അമ്മ വന്ന് കുറേ വഴക്കു പറഞ്ഞു. അവരോടൊന്നും മിണ്ടാൻ പാടില്ല, അവരൊക്കെ ചെയ്ത കുട്ടികളാണത്രേ. ഇംഗ്ലീഷിന്റെ പരീക്ഷ പേപ്പർ തന്നപ്പോ ഇംഗ്ലീഷിന് 2 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി 2 അടി. എനിക്ക് സങ്കടം വന്നിട്ടോ. പൊന്നാവ വന്ന് എന്റെ പുസ്തകം എടുക്കുകയും കുത്തി വരക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഒന്നും മുണ്ടില്ല. അത് കണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി 2 അടി. രാത്രി ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ സ്വപ്നം കണ്ടു. തലയിൽ കൊമ്പൊക്കെ വെച്ച് ഒരു ഭൂതങ്ങനെ വരിക. എന്നിട്ട് എന്നോട് പറയാ, ഞാൻ ഇംഗ്ലീഷ്, നീ എന്തിനാ ഇംഗ്ലീഷിന് 2 മാർക്ക് കുറച്ചത്? അയ്യോ അമ്മേ, ഓടി വായോ, കൊമ്പുള്ള ഭൂതം വരുന്നേ. അമ്മ വന്ന് എന്നെ തൊട്ട് നോക്കിയപ്പോ പനിയൊന്നുമില്ല. ഞാൻ ഓരോന്നും ഇച്ചും പേൻ പറയാണത്രേ. അമ്മയും അച്ഛനും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ അച്ഛനെയും അമ്മയെയും കുറേ വഴക്കു പറഞ്ഞു. കുട്ടികളായാൽ പഠിത്തം മാത്രം പോരാ, കളിയും വേണം. അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ കരയുക. സത്യം പറഞ്ഞാൽ പാവം തോന്നി. എനിക്കും കരച്ചിൽ വന്നു. ഡോക്ടർ മരുന്നൊക്കെ തന്നു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിലെത്തി അമ്മ പറഞ്ഞു, ബഷീറിന്റെ കൂടെ കളിക്കാൻ പൊക്കോളൂ. എനിക്ക് സന്തോഷായി. ഞാൻ കളിക്കാൻ പോകാട്ടോ. അടുത്തതായി അതുൽ രാജ്. ഞാനിവിടെ പാടാൻ പോകുന്ന ജി ശങ്കരക്കുറുപ്പിയുടെ കൊച്ചുപൂ എന്നുള്ള കവിതയാണ്. ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്ര നാൾ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ച പൂവേ, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. വന്നത് നന്നായി തെല്ലുനേരം, വല്ലതും ചൊല്ലിക്കളിക്കാൻ സ്വൈര്യം. ചെമ്മേറും ഈ ഉടുപ്പാരു തന്നു, ചേച്ചിക്കൊരുമ നൽകാൻ തോന്നും. കാറ്റാടി ചോമനെ വീണിടല്ലേ, കാലത്തെ വെയിലേറ്റു വാടിടല്ലേ. നന്ദി. മോണോ ആക്റ്റുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ആദിഷ്. നമസ്കാരം. നമ്മുടെ നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ അശ്രദ്ധ, അജ്ഞത, അമിതം ആത്മവിശ്വാസം ഇവയെല്ലാമാണ് ഈ രോഗം ഇത്രയധികം വ്യാപ്തി കൂടുന്നത്. ഇത്തരമൊരു സാഹചര്യമാണ് ഞാൻ എൻ്റെ കൊച്ചു മോണാക്റ്റിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എടാ തോമസേ, നമ്മുടെ രമേശൻ ഗൾഫിൽ നിന്ന് വന്നടാ. ആഹാ, ഇന്നവൻ എന്തായാലും കാര്യമായിട്ട് കൊണ്ടുവന്നതാണ്. ഏയ്, പെട്ടെന്നില്ല വരവല്ലേ. ഓ പിന്നെ അവൻ നമ്മളെയൊക്കെ മറക്കുവോ?
പിന്നെ അവൻ 28 ദിവസം ക്വാറന്റൈനിലാ. ഞാൻ അവനെ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവാ. അടെ രമേശ്, ഞാനാ തോമസ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാൻ പോവാ. ഏയ്, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാനിവിടെ 28 ദിവസം ക്വാറന്റൈനിലാ. ഓ, പിന്നെ അതിന് നിനക്ക് കൊറോണയൊന്നും ഇല്ലല്ലോ? അത് ശരിയാവില്ലടാ, ഇവിടെ ആരോഗ്യ പ്രവർത്തനം പോലീസുകാരും ചെക്കിങ്ങിലാ എപ്പോഴും. ഓ, എന്നാ നീ ഒരെണ്ണം എടുത്ത് പറമ്പിലിട്, ഞങ്ങൾ വന്ന് എടുത്തോളാം. ഓക്കെ, ശരി. നമ്മുടെ രമേശിനെ കാണാനല്ലോ, നീ അവനൊന്ന് വിളിച്ചേ. ഓ, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, വലിയ മാസ്ക് കിട്ടിയതാ വരണേ. എന്റെ പൊന്ന് രമേശ, ഞങ്ങളെ മുന്നിൽ വരുമ്പോഴെങ്കിലും നിനക്ക് ആ മാസ്ക് ഒന്നും വരിട്ടൂടെ? ഞങ്ങൾക്ക് കൊറോണയൊന്നും ഇല്ല. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മാസ്ക് ഇടുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും വളരെ നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. തോമസേ, നീ അവനോട് സംസാരിക്കാതെ ഒന്ന് ഒരെണ്ണോ ഇച്ചേ. ഏയ്, ചെറിയൊരു കലാപരിപാടി. നിങ്ങൾ ഇച്ചിരി പുരട്ടിക്കോളൂ. ഒന്ന് പോടാ, നീ ഇപ്പോ കയ്യിൽ ചെയ്യുന്ന ആൽക്കഹോളാ, ഒരു ഉപയോഗമില്ല. ഇവരൊക്കെ ഒന്ന് പിടിക്കണം, നമ്മുടെ ലങ്സ് തന്നെ ക്ലീൻ ആണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഒരു കോവിഡ് പ്രഖ്യാപിച്ചു. ഗൾഫിൽ നിന്ന് വന്ന 45-കാരനായ തൊടുപുഴ സ്വദേശിക്കാണ്. ഇദ്ദേഹത്തിന് ആരുമായി സമ്പർക്കമില്ലെന്നും ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും DMO അറിയിച്ചു. പിന്നീട് 10 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഇടുക്കി ജില്ലയിൽ വീണ്ടും 4 പേർക്ക് കോവിഡ്. 4 പേരും തൊടുപുഴയിൽ നിന്നാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 4 പേർക്കും ആദ്യം ഉറവിടം അറിയില്ലായിരുന്നു, പിന്നെയാണ് ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച കോവിഡ് സ്ഥിരീകരിച്ച ആളുമായി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് അയാൾ നൽകിയ മദ്യക്കുപ്പിൽ നിന്നാണ് 5 പേർ മദ്യം കഴിച്ചു. അവരിൽ 4 പേർക്ക് കോവിഡ്. 4 പേരും അവരുടെ കുടുംബാംഗങ്ങളും 100-ലേറെ പേർ ക്വാറന്റൈനിലാണ്. അവിടുത്തെ ഇടുക്കി ജില്ലാ കലക്ടർ ആ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണാക്കി ഇടുക്കി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു. നന്ദി. Next, Lena Mariam on the stage. നമസ്കാരം. RAINBOW, rainbow. Rainbow, rainbow, rainbow in the sky. Sun shines and rain, that is why. Red and orange, yellow, green and blue. Indigo, violet, that is really too. Sometimes half and sometimes full, but rainbow is very beautiful. Rainbow, rainbow, rainbow in the sky. Sun shines and rain, that is why. Red and orange, yellow, green and blue. Indigo and violet, that is really too. Sometimes half and sometimes full, but rainbow is very beautiful, beautiful. Thank you. അടുത്തതായി ഹൃതിക്. നക്ഷത്രമൊന്നിനെ കാട്ടി വാലമുക്കുട്ടിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം, നിനക്കെന്നോട് മത്സരം കൂടാൻ. തണുപോയ ശിരസ് ചെടിക്കിരനായല്ലോ മിഴികൾ, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരില്ല. അന്നേരമുണ്ട് ശിരസിൽ ഒരു കുഞ്ഞു പൂവിന്റെ വിരിയൽ, ലഗ്നം പതിച്ചതുപോലെ അതിൻ കാന്തിയങ്ങു ചിതറുന്നു. കണ്ണും ചുമാറായി വ്യോമം, മണ്ണിൽ ഇത്രയുണ്ടാവും ചന്ദ്രൻ. നക്ഷത്രം എത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകും പൂവിനും. Next, Fatima Ansha. നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചതിയനായ ചങ്ങാതിയുടെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കുറുക്കനും ഒരു കഴുതയും ഉണ്ടായിരുന്നു.
ആ ചങ്ങാതിമാർ ഒരു ദിവസം വനത്തിലൂടെ കളിതമാശകൾ പറഞ്ഞു നടക്കുമ്പോൾ ഒരു വള്ളിപ്പടർപ്പ് കണ്ടു. അതിനിടയിൽ ഒരു സിംഹം ഒളിച്ചിരിക്കുന്നത് കുറുക്കന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. സിംഹം തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ കുറുക്കൻ കടുതയെ വിട്ട് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. വിനയവും ഭക്തിയും നടിച്ചു കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ വിശപ്പടക്കാൻ വിശിഷ്ടമായ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതിനാൽ എന്നെ ജീവനോടെ വിട്ടു അയക്കുമെന്ന് വാക്കു തന്നാലും. കുറുക്കന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹം അതിനെ പോകാൻ അനുവദിച്ചു. കുറുക്കൻ നേരെ ചെന്ന് ചങ്ങാതിയായ കഴുതയെ സിംഹത്തിന് വേണ്ടി കെണിയിൽപ്പെടുത്തി. അല്പസമയത്തിനുള്ളിൽ സിംഹത്തെയും കൂട്ടി കുറുക്കൻ കഴുതയുടെ അടുത്തെത്തി. കെണിയിൽപ്പെട്ടു കിടക്കുന്ന കഴുതയെ പിന്നീട് തിന്നാമെന്ന് കരുതിയ സിംഹം രക്ഷപ്പെട്ടെന്ന് കരുതിയ കുറുക്കന്റെ മേൽ ചാടി വീണു അതിനെ കൊന്നു തിന്നു. അങ്ങനെ ചതിയനായ ചങ്ങാതിക്ക് ആപത്ത് പ്രതിഫലം. താങ്ക് യു. Next, Akil Fatah on the stage. Hi friends, I got a beautiful story. My story name is Rat and Lion. A rat is drinking water from the river. He suddenly shouted. He cried loudly. All animals ran fast towards and asked him, "What happened?" A lion inside the water. It is bigger and it is stronger than my king. The king of the forest, the lion, heard the news. The lion called the rat. The lion shouted, "Where is the lion inside the water? I want to meet him." Lion and the rat ran fast. And the rat said, "Look at the water, Lord. You can see the lion, Lord." The lion looked into the water and shouted, "You are not the king. I am the king of the forest." The lion jumped into the water and he died. Friends, the tricky rat trapped the lion because the lion is very cruel. Moral of my story is, ego and power will not exist a long time. Thank you. അടുത്തതായി നിവേദിത. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു കൊച്ചു കഥയുമായിട്ടാണ്. എന്റെ കഥയുടെ പേരാണ് എല്ലാം നല്ലതന്നെ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും രാജാവിന്റെ മന്ത്രിയും ബാക്കിയുള്ള ഭടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അങ്ങേരിക്കെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, "അത് നല്ലത് തന്നെ." അത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണ് അത് നല്ലത് തന്നെയാണെന്ന് പറയുന്നത്. ഈ മന്ത്രി കൊണ്ടുപോയി ജയിലടയ്ക്കൂ. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, "അതും നല്ലത് തന്നെ." ഉടൻ തന്നെ രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് നായാട്ട് തുറന്നു. പെട്ടെന്നതാ ഒരു സിംഹം. രാജാവിന്റെ ഭടന്മാർ 4 പാടുകൂടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ച് വിറച്ച് ബോധം കെട്ട് വീണു. സിംഹം രാജാവിന്റെ അടുത്ത് വന്നു. മണത്തു നോക്കി. ചോര മണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് രാജാവിനെ തിന്നാതെ സിംഹം നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തന്റെ കൈ മുറിഞ്ഞ് ചോര വരില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നുവെന്ന്. ഉടൻ തന്നെ ഭടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, "എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്റെ കൈ മുറിഞ്ഞ് ചോര വരില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങുമായിരുന്നു." അപ്പോൾ മന്ത്രി പറഞ്ഞു, "അങ്ങ് എന്നെ ജയിലടച്ചില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെയും വെട്ടി വിഴുങ്ങുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ പോലും കയറാൻ കഴിയില്ല." എല്ലാവരും കൂട്ടമായി ചിരിച്ചു. അതിനുശേഷം രാജാവ് കുറെ നല്ല സമ്മാനങ്ങൾ മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് കരുതണം. എല്ലാം നല്ലത് തന്നെ. നന്ദി. അടുത്തതായി നിവേദിത. അനിൽ പാപ്പ രചിച്ച
പ്രളയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരു കല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം, പുഴകളൊക്കെ നികത്തി നാം, പണിതു കൂട്ടി രമ്യഹർമ്മ്യം കൃഷി നിരങ്ങൾ നികത്തി നാം, ദാഹനീരതു മൂത്തി വിറ്റു നേടി കോടികളിന്നു നാം, ഭൂമി തന്നുടെ നിരവിളി അതു കേട്ടതില്ല അന്നു നാം, പ്രകൃതി തന്നുടെ സങ്കടം അണനിരഞ്ഞൊരു നാളിൽ നാം, പകച്ചുപോയി പ്രളയമെന്നൊരു മാറി തന്നുടെ നടുവിൽ നാം, കൈപിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെ തരാൻ ഒത്തുചേർന്നു നമ്മളൊന്നായൊരു മനസ്സായെന്നു നാം, ജാതി ചിന്തകൾ വർഗവൈരികളൊക്കെ അന്നു മറന്ന് നാം, ഇനിയൊരിക്കലൊരുത്തുചേരലിനൊരു ദുരന്തം കാക്കണോ, ജാതി ചിന്തകൾ വർഗവൈരികളൊക്കെ അന്നു മറന്ന് നാം, ഇനിയൊരിക്കലൊരുത്തുചേരലിനൊരു ദുരന്തം കാക്കണോ, ഒരു ദുരന്തം കാക്കണോ. അടുത്തതായി അതുൽ രാജ്. Butterfly, butterfly, flies in the sky. Butterfly, butterfly, fly so high. Butterfly, butterfly, land so mighty. Butterfly, butterfly, motionless lies. Butterfly, butterfly, gracefully days, gracefully days. Thank you. അടുത്തതായി അമയ് കൃഷ്ണ. മാന്യസദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലതിന് തന്നെ. പണ്ട് പണ്ടൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമുള്ള വിനോദമായിരുന്നു. ഒരു ദിവസം രാജാവും മന്ത്രിയും ഭടന്മാരും നായാട്ടിന് ഇറങ്ങി. പോകുന്ന വഴി രാജാവിന്റെ കൈ ഒരു കമ്പിയിൽ തട്ടി ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇത് നല്ലതിന് തന്നെ. രാജാവിന് കോപം വന്നു. ഭടന്മാരെ, ഈ മന്ത്രിയെ ജയിലിലടയ്ക്കൂ. രാജാവ് കൽപ്പിച്ചു. ഭടന്മാർ മന്ത്രിയെ ജയിലിലടച്ചു. അവർ നായാട്ട് തുടർന്നു. പെട്ടെന്ന് ഒരു സിംഹം വന്നു. ഭടന്മാർ 4 വശത്തേക്കും ഓടി മരത്തിൽ കയറി ഒളിച്ചിരുന്നു. രാജാവ് പേടിച്ചു വരച്ച് ബോധം കെട്ടു വീണു. ആ സിംഹം രാജാവിന്റെ അടുത്തോട്ട് വന്ന് മണത്തു നോക്കി. സിംഹത്തിനാണെങ്കിൽ ചോരമണമുള്ള ഇറച്ചി ഒട്ടും ഇഷ്ടമല്ല. സിംഹം രാജാവിനെ തിന്നാതെ പോയി. അപ്പോഴാണ് രാജാവിന് തന്റെ തെറ്റ് മനസ്സിലായത്. ഭടന്മാരെ, ഈ മന്ത്രിയെ തുറന്നു വിടൂ. രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അങ്ങ് എന്നെ ജയിലിലടച്ചില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാനും കൂടി അറിയില്ല. രാജാവ് പൊട്ടിച്ചിരിച്ചു. രാജാവ് മന്ത്രിക്ക് കൈ നിറയെ സമ്മാനവും കൊടുത്തു. ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് തന്നെ. നന്ദി. സുന്ദര പശുവും മാൻകുട്ടിയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് റിൻഷാദ്. മാന്യസദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. ഇന്നും രാവിലെ അപ്പു സുന്ദരിയുമായി പുല്ലുമേയാൻ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ സുന്ദരി അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളുണ്ട്, ഭംഗിയുള്ള പൂക്കളുണ്ട്, എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടത് എല്ലാം തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയുടെ കൂടെ പോയി. കാടെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, ഭംഗിയുള്ള കാടിനെന്തു ഭംഗി!
എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പഴങ്ങൾ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ സുന്ദരി അവിടെ കളിച്ചും ചിരിച്ചും രസിച്ചും നിന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഗർ ഗർ ഗർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി മാൻകുട്ടിനോട് ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നല്ലോ. മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. മാൻകുട്ടി ഓട്ടത്തിനിടയിൽ പറഞ്ഞു, സുന്ദരി സുന്ദരി ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. സുന്ദരി ഓട്ടത്തിനിടയിൽ പറഞ്ഞു, മാൻകുട്ടി മാൻകുട്ടി, നീ എന്താ ഈ കാടിനെയും ഭംഗിയെയും കുറിച്ച് പറഞ്ഞപ്പോൾ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടി. പാവം അപ്പു സുന്ദരിയെയും കാത്ത് വീട്ടുപടിക്കൽ നിൽക്കുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. കൂട്ടുകാരെ, നാം ഇതിൽ മനസ്സിലാക്കണം, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. അടുത്തതായി വാജിദ്. ഭൂമിയോ മഞ്ഞു മൂടിയ പായ്നിലം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? താങ്ക് യു. മനോഹരമായ നാടോടി നൃത്തവുമായി നിവേദിത.
ഇതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയ രക്ഷിതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ ഉദ്ഘാടനത്തിന് സഹകരിച്ച നമ്മുടെ സുരേഷ് സാറിനും സ്വാഗതം പറഞ്ഞ ശ്രീ യൂസുഫ് സിദ്ദീഖ് സാറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.